ഡാവോസ് സമ്മിറ്റിൽ ഇതുവരെ നടന്ന ഏറ്റവും സുപ്രധാനമായ ഒരു പ്രസംഗമായിരുന്നു മാർക്ക് കാർണിയുടെ. അതായത് ഇപ്പോൾ നമ്മൾ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം, രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ നേതൃത്വത്തിൽ വന്ന ഒരു ലോകക്രമം എന്ന് പറയുന്നത്, അത് അമേരിക്ക, യൂറോപ്യൻ യൂണിയനിലെ പ്രധാന രാജ്യങ്ങൾ, ജപ്പാൻ, അതിൻ്റെ അനുബന്ധം എന്നോണം ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അടക്കം ഉള്ള ഈ ഇതിനെയാണ് ഒരു അമേരിക്കയുടെ OECD എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക്കൽ OECD രാജ്യങ്ങളെന്ന് പറയും. ഈ ലോകക്രമം ഏതാണ്ട് ഒരു വിച്ഛേദനം സംഭവിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അതായത് ഒരു ട്രാൻസിഷനല്ല, ഇതിൽ നിന്നുള്ള ഒരു വ്യതിയാനമല്ല, ഒരു റപ്ചറാണ് സംഭവിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ അങ്ങനെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത് ഉപയോഗിച്ച വാക്കും അങ്ങനെ തന്നെയാണ്. അതായത് ഇതിനെ ഇനി നമുക്ക് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഓരോന്നായിട്ട് അദ്ദേഹം ഇഴകീറിയുള്ള ഒരു പരിശോധന കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇത് അമേരിക്കയുടെ ആധിപത്യത്തിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന, അപ്പോൾ ആധിപത്യം എന്ന് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വാക്ക്. ഹെജിമോണിക് എന്ന് പറയുന്ന വാക്കും അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞത് ആ ആധിപത്യം നമ്മൾ എല്ലാവരും പല നിലയിൽ, അല്ലെങ്കിൽ ഈ വെസ്റ്റേൺ പവേഴ്സ് പല നിലയിൽ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ടായിരുന്നു. റൂൾ ബേസ്ഡ് ഓർഡർ, ലോകത്തിൻ്റെ ഇതായിട്ടുള്ള മൾട്ടിലാറ്ററായിട്ടുള്ള ഏജൻസീസ്, ഇപ്പം IMF, വേൾഡ് ബാങ്ക് പോലെയുള്ള ഏജൻസികൾ, WTO മുതലായ ഏജൻസികൾ, COP മറ്റേ ക്ലൈമറ്റ് ഇതിൻ്റെ അങ്ങനെയുള്ള. അപ്പോൾ ഇത്തരം സംവിധാനങ്ങളെല്ലാം തന്നെയും ഏതാണ്ട് അതിൻ്റെ ഉപയോഗം മൂല്യം കഴിഞ്ഞു എന്നുള്ള നിലയിലുള്ള ഒരു സമീപനമാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള ഒരുപാട് ഇൻ്റർനാഷണൽ ഏജൻസീസ് അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ ലോകക്രമം നിലനിന്നിരുന്നത് ഈ റൂൾ ബേസ്ഡ് ഓർഡർ അല്ലെങ്കിൽ നിയമാനുസൃതമായിട്ടുള്ള ഒരു ക്രമം നിന്നിരുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ, ഈ സ്ഥാപനങ്ങളുടെ പിൻബലത്തിലാണ്. അപ്പോൾ ഈ സ്ഥാപനങ്ങളെ ഒട്ടാകെ അണ്ടർമൈൻ ചെയ്യുക, ഇല്ലാതാക്കുന്ന തരത്തിലുള്ളൊരു സമീപനം പ്രധാനമായിട്ടും അമേരിക്ക കൈക്കൊണ്ടിട്ടുണ്ട്. അത് പ്രസിഡന്റ് ട്രംപിൻ്റെ ഒരു നയത്തിലാണ്. അത് വളരെ എക്സ്പ്ലിസിറ്റായിട്ട്, വളരെ പച്ചയ്ക്ക് അതിനെയെല്ലാം തന്നെ തള്ളിപ്പറയുന്ന നിലയിലുള്ള ഒരു സമീപനമാണ് ട്രംപ് സ്വീകരിക്കുന്നത്, നയങ്ങളാണ് ട്രംപ് സ്വീകരിക്കുന്നത്.